ഒക്കെ എന്നെ അമ്മ ഒന്നിങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട് ഡാ അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കണം. രേണു ചേച്ചിയുടെ മകന്റെ ഒരു വിഷയം, കിച്ചുവിന്റെ ഒരു വിഷയം. ശരിക്കും പറഞ്ഞാൽ രേണു ചേച്ചി മകനെ നോക്കുന്നില്ല. അല്ല, രേണു ചേച്ചി ബിസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ? നല്ലൊരു അമ്മയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നല്ല ഒരു അമ്മ, ഓഫ് കോഴ്സ് നല്ലൊരു അമ്മ ആയിരിക്കുമല്ലോ. സുധിച്ചേട്ടൻ ഓൾറെഡി നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ആൾ സമ്പാദിച്ച പണം ഉണ്ടായിരുന്നു എങ്കിൽ രേണു ചേച്ചി വീട്ടിൽ കരഞ്ഞോണ്ടിരിക്കുന്ന രേണു ചേച്ചി 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. പക്ഷെ രേണു സുധി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കരമായ പ്രശ്നമായിരുന്നു. അതെന്തുകൊണ്ട് രേണു സുധിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കൂടാ? എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? അതിനകത്ത് റീൽ ഇടുന്നത് ചിലപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് കുനിയും. ഇതാണ് അങ്ങനെ കുനിഞ്ഞ് കണ്ടന്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടോ? അത് പുള്ളിക്കാരുടെ ഇഷ്ടമല്ലേ, രേണു ചേച്ചിയുടെ ഇഷ്ടമല്ലേ. രേണു ചേച്ചി അങ്ങനെ ചിന്തിച്ചാണെന്ന് ഞാൻ പറയുന്നത്. രേണു ചേച്ചിനെ അപരാധം പറഞ്ഞ് 2 വീഡിയോ ഇട്ട ആ മെഡിസിൻ വാങ്ങാൻ പറ്റും. വേറെ ഒരു കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ടോ? ബില്ലിന്റെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചേരം മാറ്റി വെക്കുക. ഇനി ഹെയ്തി ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ? ഇതൊക്കെ തന്നെയല്ലേ വിശേഷങ്ങള്. എന്നാലും കുഴപ്പമില്ല, നമ്മള് സുഖം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, സമാധാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വ്ലോഗൊക്കെ എങ്ങനെ പോകുന്നു? എടുത്തോണ്ടിരിക്കുന്നുണ്ട് വ്ലോഗും. പക്ഷെ ചില സമയത്തില്ലേ നമ്മൾ ചില മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാറുണ്ട്, പക്ഷെ അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമ്മൾ മറന്നു പോകാറുണ്ട്. ഇപ്പൊ അതിനകത്ത് യൂസ് ടു ആയതുകൊണ്ട് എല്ലാം ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. തുടക്കത്തിലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് തന്നെ ഞാൻ തുടങ്ങിയ സമയത്ത് ഓരോ ദിവസം 30 മിനിറ്റിന്റെ 2 വീഡിയോ വെച്ചിട്ട് ഞാൻ ഇടുമായിരുന്നു. അത് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും 100K അടിക്കുമായിരുന്നു. അന്ന് 2019-20 തുടക്കത്തിലൊക്കെ ഇത് ഭയങ്കര എൻ്റെ ഒരു പാഷനാണല്ലോ. അപ്പോൾ ആ ഒരു ചുറുചുറുക്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒരു 10 മിനിറ്റ്സ് ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ സംസാരിക്കാൻ ഭയങ്കര പ്രശ്നമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഷോർട്സ് ഒക്കെ സൂപ്പറായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പേഴ്സണലി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇതിപ്പോൾ സമരം കാര്യങ്ങളൊക്കെ നടന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഒത്തൊരുമയും കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഫീൽ ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഇടയിൽ ജാസി ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു, അവിടെ അവർക്ക് തന്നെ ഞാൻ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് എന്തോ ഒരു ഒത്തൊരുമ അവരുടെ കാര്യത്തിൽ കാണിക്കാത്തത് എനിക്കറിയില്ല. ജാസി ഞാൻ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എല്ലാവരും ജാസീനെ കൂട്ടമായിട്ട് ചീത്ത വിളിക്കുന്ന കേട്ടിട്ടാ. അപ്പം ഞാൻ ജാസി വാടി, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് അപ്പുറത്ത് മാറി നിൽക്കാം, നീ ആൾക്കാർ ചീത്ത വിളി, നമുക്ക് മിണ്ടാണ്ടിരിക്കാം, നമ്മളിവിടെ സമരത്തിന് വന്നാണല്ലോ, അവർ പറയുന്നത് പറഞ്ഞോട്ടെ, നീ റിയാക്ട് ചെയ്യാനൊന്നും പോണ്ടാണ്ട് ഞാൻ ജാസിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്നെ നേരക്ക് എടി നീ അവളെ എങ്ങോട്ടേക്കാണ് കൊണ്ടേ ഒളിപ്പിച്ച് വെക്കുന്നത്, നീ അവിടെ കൊണ്ടേ ഒളിപ്പിച്ച് വെക്ക്, ഇവിടെ ഒളിപ്പിച്ച് വെക്ക്, നീ അവളെ സപ്പോർട്ട് ചെയ്തോ, നീ അവളെ തലയിൽ കയറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ല. അപ്പം പറയുന്നവരെന്തായാലും പറയും. പക്ഷെ തലേ ദിവസം ഞാൻ അങ്ങനെ ആലോചിക്കുകയെന്ന് ജാസിയുടെ അടുത്ത്. അവള് ഭയങ്കര പാനിക്കായിട്ടാട്ടോ പ്രൊട്ടസ്റ്റിന് വന്നിട്ടുള്ളത്. എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നാളെ പ്രൊട്ടസ്റ്റിന് വരില്ലേ, ഇതാക്കില്ലേ, എനിക്ക് നോമ്പാണ്, ഞാൻ നാല് പർദ്ദട്ടിട്ട് വരാല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര കാര്യപ്പെട്ടിട്ട് വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം ജാസിനെ കുറേ പേര് ചീത്ത പറയുന്നുണ്ട്, എൻ്റെ വേറെ ഫ്രണ്ട്സിനെ കുറേ പേര് ചീത്ത പറയുന്നുണ്ട്. അതൊക്കെ നടക്കും. അപ്പം നമുക്ക് ഇതൊക്കെ സംഭവിക്കും. ഇത് ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. അല്ലാത്ത സിസ്സായിട്ടുള്ള ഹെക്ടറോ നോർമേറ്റീവ് ആൾക്കാരുടെ ഇടയിലും സംഭവിക്കുന്നതാണ്. ഒരു സമരത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിൽ അടി നടക്കുന്നത് എപ്പോഴും നടക്കുന്നു. അമ്പലത്തിലും ഒരു അടി നടക്കുന്നു, എല്ലായിടത്തും. അമ്പലത്തിലെ കാര്യം പറഞ്ഞപ്പോഴും അവിടെ അടി നടന്നു അല്ലേ? അല്ല, അതും അമ്പലത്തിൽ പൂരപ്പറമ്പിൽ, ഏതെങ്കിലും പൂരപ്പറമ്പിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു അമ്പലമാണോ കൊറ്റംകുളങ്ങര? അല്ലല്ലോ. കഴിഞ്ഞ വർഷം ജാസിക്ക് ചീത്ത കേട്ടു. പക്ഷെ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. തൊഴാൻ വേണ്ടി വരുന്ന ഭക്തരുടെ അടുത്ത് ഇവര് ചീത്ത വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിളക്കെടുക്കാൻ വന്നതാണെന്നുള്ള ഒരു രീതിയിലായിരിക്കും അവര് വിചാരിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് വിശ്വാസപ്രകാരം പോകുന്നവരാണല്ലോ ഈ ഭക്തർ. അവിടെ ദൈവത്തിന് നമ്മൾ ആറ്റുകാലാണെങ്കിലും ശരി, ഈ പറഞ്ഞ നമ്മുടെ തൊഴാൻ വേണ്ടി പോകുന്ന കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രത്തിലാണെങ്കിലും നമ്മൾ ഭക്തരായിട്ട് ആ ദൈവത്തിനെ വിശ്വസിച്ച് സ്പിരിച്വലായിട്ട് പോവുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനു വേണ്ടി പോകുന്ന ആൾക്കാർ ട്രാൻസെക്ഷൽ ആണെങ്കിൽ ഒരിക്കലും വിളക്കെടുക്കരുത്. അത് ആ ദൈവത്തിനോട് കാണിക്കുന്ന മോശമായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ട്രാൻസാക്ഷൽ ആയിട്ടുള്ള പലരും എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എടുത്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴൊന്നല്ല, പണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വർഷം എടുത്തോന്ന് എനിക്കറിയില്ല. മുൻകാലങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ കമ്മിറ്റിക്കാർക്കൊരു വിചാരമുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ നേരെ കണ്ണ് വെച്ചിട്ട് അവരെടുത്ത് പോയി വലിയ ഇത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ ഭരണമാണ്, എൻ്റെ ഇടമാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാണിക്കുന്ന ഒരു ഹെജിമോണിക് മാസ്കുലിനിറ്റി ഉണ്ട്. അതാണ് ഇത്തവണ അവിടെ നടന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഇവർ തന്നെയാണല്ലോ ഈ മീഡിയ പാസ് കൊടുക്കുന്നത് ഓൺലൈൻ മീഡിയക്കാർക്ക്. ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് മീഡിയ പാസ് കൊടുക്കുന്ന ഇവർ തന്നെ ശ്രീകോവിലിന് മുന്നിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ട് അവിടെ തൊഴുന്ന ഏതെങ്കിലും സെലിബ്രിറ്റി ആയിട്ടുള്ള ട്രാൻസ് വുമണിനെ അവർ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാൻസ് വുമണിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ കൂടുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാണ്ട് ഈ ട്രാൻസ്ജെൻഡറിനെ ആട്ടി ഓടിക്കുന്നത് എന്തിനാ? മോശം വിട്ട കാര്യമല്ലേ? അത് ചെയ്യുന്നത് ആരാ? കമ്മിറ്റിക്കാരല്ലേ ചെയ്തത്. അപ്പോൾ കമ്മിറ്റിക്കാർക്കാണ് ശരിക്കും പറഞ്ഞത്, അവരുടെ കയ്യിലിരിപ്പോണ്ടാണ് ശരിക്കും. പക്ഷേ എല്ലാവരും നല്ലതാണോ എന്ന് ഞാൻ പറയുന്നില്ല, ഞാനവിടെ പോയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ മൊത്തം കമ്മ്യൂണിറ്റിനെ അധിക്ഷേപിച്ചിട്ട് ജനറലൈസ് ചെയ്തിട്ട് ആട്ടി ഓടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഇത്തവണ കണ്ടു. ഇപ്പൊ ആളുകളെല്ലാരും എന്താ പറയാ, കൊറ്റംകുളങ്ങര ആ ഒരു അമ്പലത്തില് എന്താ പറയാ, ഉത്സവം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മള് ഓൺലൈൻ മീഡിയാസിലാണെന്നുണ്ടെങ്കിൽ പോലും അയ്യോ നല്ല രസല്ലേ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ, അവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു മിസ്റ്റേക്ക് എന്നല്ല, എന്താ ഇതിന് പറയാ, ഇങ്ങനെ അങ്ങനെ ഫേക്ക് കാണിക്കേണ്ട ആവശ്യമുണ്ടോ അതില്? അല്ല, അവിടെ പുരുഷന്മാരാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിളക്കെടുക്കേണ്ടത്. പുരുഷന്മാര് സ്ത്രീവേഷം ധരിച്ച് വിളക്കെടുക്കുമ്പോ ആണ് അവിടുത്തെ ഐതിഹ്യ പ്രകാരം അങ്ങനെയാണ് വേണ്ടത്. എങ്ങനെയാ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി വന്നത്? ട്രാൻസ്ജെൻഡറിൽ സർജറി ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരിപ്പോഴും ആണാണെന്നാണ് അവര് തന്നെ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരായിരിക്കും പോയി എടുക്കുന്നുണ്ടാവുക. സർജറി ചെയ്തിട്ടില്ല, ഹോർമോൺസ് ഒന്നും എടുത്തിട്ടില്ല, ആഗ്രഹമുണ്ട് സർജറി ചെയ്യണമെന്ന് എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആള് ശാരീരികമായി നോക്കുമ്പോൾ പുരുഷനാണെന്ന് വിശ്വസിച്ചിട്ടായിരിക്കാം അതെടുക്കുന്നത്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ, ഇത് അവസാനമായിട്ട് എടുക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അതായിരിക്കാം മേ ബി. അങ്ങനെ അവർ സ്വന്തം പുരുഷനാന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കുമല്ലോ വിളക്കെടുക്കുന്നത്. അല്ലാണ്ട് സ്ത്രീ ആയിട്ടുള്ളവര് സ്ത്രീയാണെന്ന് ബാക്കിയുള്ള വഴിപാടുകളൊക്കെ കഴിക്കാം, വിളക്ക് കൊടുക്കാം. നമുക്ക് അവിടുത്തെ ദൈവത്തിന് അന്നത്തെ ദിവസം പോയിട്ട് പ്രാർത്ഥിച്ച് വിളക്ക് സമർപ്പിക്കാം. ഇതൊക്കെ വിശ്വാസപ്രകാരം ചെയ്യുന്നതാണ്. ഇതൊക്കെ വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലോ, അത് ഷോപ്പിന് വേണ്ടിയിട്ട് ആരും ചെയ്യില്ലല്ലോ. അങ്ങനെ വരുന്നവരുണ്ടാവുമായിരിക്കും കേട്ടോ. മീഡിയ ഓൺലൈൻ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പേര് ഗോസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ട് വേഷം അങ്ങനെയൊക്കെ, അതൊക്കെ ദൈവത്തിനെ കാണാൻ വേണ്ടി വരുന്നത് പ്രേതമായിട്ടാണ്. ഫാൻസി ഡ്രസ് പോലെയാണ് അങ്ങനെ വരുന്നവരുണ്ട്. ഇപ്പം അല്ലാണ്ടുള്ള കുറെ കാര്യങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുമ്പോഴേക്കും ഉണ്ടല്ലോ, അടിയിൽ വരുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലുണ്ടോ അതോ ഇഗ്നോർ ചെയ്ത്? ഞാൻ നോക്കാറേ ഇല്ല. എന്തിനു നോക്കേണ്ട ആവശ്യം? നേരത്തെ പക്ഷെ നോക്കുമായിരുന്നു, പണ്ടൊക്കെ നോക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെ കത്തിക്കേറുന്ന വീഡിയോ എയറിൽ കയറുന്നതാണെങ്കിൽ, കുറെ എയറിൽ കയറി ശീലമായോണ്ടായിരിക്കട്ടെ മേ ബി, എനിക്ക് ഒരു 50 കമന്റ് 60 കമന്റിന് മേലെ വരുന്ന വീഡിയോസിന്റെ കമന്റ്സ് ഒന്നും ഞാൻ നോക്കൂല. ആദ്യം വന്നിട്ടുള്ള 1-2 കമന്റ്സ്, ഒരു 10 കമന്റ്സിന് ലൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 50-60 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ താഴെ പോയിട്ട് നോക്കിയത് എസ്സേ ഒക്കെ വായിക്കാൻ എനിക്ക് അവിടുത്തെ സമയം, ഞാൻ നോക്കാറേ ഇല്ല. ഞാൻ നോക്കാറേ ഇല്ല. അത് ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷന്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ? എനിക്കോ? ഞാൻ വെറുതെ തുറന്നു നോക്കിയിട്ടുണ്ട്. പക്ഷേ 4 സബ്സ്ക്രൈബേഴ്സ് എന്തുകൊണ്ട്? എനിക്ക് കോമഡി, അതായത് എനിക്ക് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഇത് ആ ഒരു ഞാൻ നോക്കിയപ്പോ ഫീച്ചർ ഇത് വന്ന് കിടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എനേബിൾ ചെയ്യാലോ എന്ന് വെച്ച് വെറുതെ ഒന്ന് എനേബിൾ ചെയ്ത്. അപ്പൊ നമുക്ക് നമ്മള് ഈ ഒരു കണ്ടന്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ആരാണ് ഇങ്ങനെ കൊണ്ടുവന്നതെന്നുള്ളത് അറിഞ്ഞൂടാ. അതായത് ഒരു എക്സ്ക്ലൂസിവിറ്റി എന്നുള്ള രീതിയിലാണ് ഇതാക്കുന്നില്ലാണ്ട് കാണിക്കുന്നതല്ലല്ലോ ഇവര് ഉദ്ദേശിക്കുന്ന പോലത്തെ കണ്ടന്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്ക് അവർക്ക് വേണ്ടി മാത്രം സബ്സ്ക്രൈബേഴ്സ് പൈസ കൊടുത്തെടുക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ള എന്തെങ്കിലും. എന്റെ ഫ്രണ്ട്സ് കുറെ പേര് ഹെൽത്തി ആയിട്ട് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഇങ്ങനെ അതൊന്നും കാണില്ല, അവര് മറ്റേ കുക്കറി റെസിപ്പീസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒക്കെ തുടങ്ങിയിട്ടുള്ള കുറെ ഫുഡ് ബ്ലോഗേഴ്സിനൊക്കെ എനിക്കറിയാം. അതിനൊന്നും ആരും കാണുന്ന പോലും ഇല്ല. ഞാൻ എന്നിട്ട് അത് മാറ്റിയിട്ട്, കാരണം എനിക്ക് മാറ്റണം. എനിക്ക് തുടങ്ങിയ സമയത്ത് 21 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയി. പിന്നെ നോക്കാണ്ടിരുന്നിട്ട് ഇപ്പൊ 4-3 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആരോ പാവങ്ങൾ ഇപ്പോഴും അവിടെ ഇട്ടോണ്ട് മറന്നുപോയത്. ഞാനോ അത് മറന്നുപോയി. പക്ഷെ രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കരമായ പ്രശ്നമായിരുന്നു. അതെന്തുകൊണ്ട് രേണുസുതിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കൂടാ?
അവർ പ്രശ്നം ഉണ്ടാക്കിയവരടുത്താ ചോദിക്കേണ്ടത്, എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? എന്താ രേണു ചേച്ചി തുടങ്ങിയാൽ? പാവമുണ്ട് രേണു ചേച്ചി, അവർക്ക് അറിയില്ല. അവർക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം എന്നൊന്നും അറിയില്ല. ഞങ്ങളിരിക്കുന്ന ഒരു കോൺവെർസേഷനിലാണ് ഞാൻ ചോദിച്ചത് ചേച്ചിയുടെ അടുത്ത്, ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടില്ലേ ചേച്ചി എന്നൊക്കെ നമ്മളാണ് ചോദിച്ചതൊക്കെ. ആ സമയത്ത് വീട്ടിലൊരു ദിവസം വന്നിരുന്നു. അപ്പോൾ നമ്മൾ കാഷ്വലി സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചതാണ്. പിന്നെ പുള്ളിക്കാരി ആളുടെ മാനേജറും ടീമും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റിയാണ്, ഫെയിമാണ്, പോപ്പുലറാണ്. രേണുസുധീനെ എല്ലായിടത്തും ഞാൻ പുള്ളിക്കാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റീച്ച് കണ്ടപ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത്യാവശ്യത്തിലധികം റീച്ചുള്ളൊരു അക്കൗണ്ടാണ്, റീച്ചുള്ള ഫേസാണ്, പോപ്പുലർ ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും, ഉറപ്പായിട്ടും കൂടും. അത് ഹാനേനെ വെട്ടിച്ചു രേണുസുധി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഓൺലൈൻകാർ കൊടുക്കുന്നു. എല്ലാവർക്കും വേണ്ടത് റീച്ച് തന്നെയല്ലേ, എല്ലാവർക്കും ഇതിൽ ലൈം ലൈറ്റിൽ നിലനിന്ന് പോകാനുള്ള കോണ്ടന്റ് തന്നെയല്ലേ വേണ്ടത്. അപ്പം പുള്ളിക്കാരി തുടങ്ങിയതിന് അവർക്ക് ആരെന്ത് പറഞ്ഞാലും അവർക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും അത് ആ വ്യക്തിക്ക് മാത്രമാണ് അതിന്റെ ബെനിഫിഷ്യറി. ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റീൽ ഇടുന്നത് ചിലപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് കുനിയും. ഇതാണ് അതിനകത്ത് ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷെ രേണുസുധി ആയതുകൊണ്ടാണ് പ്രശ്നം. രേണുസുധി സുധിച്ചേട്ടൻ മരിച്ചു പോയത് ആണ് വേറൊരു പ്രശ്നം. കാരണം സുധിച്ചേട്ടൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ഭർത്താവുണ്ട്, ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയവനുണ്ട് എന്ന് പറയാനായിട്ട് ആളില്ലാത്തതിന്റെ ഒരു പ്രശ്നം രേണു ചേച്ചിക്ക് ഉണ്ട് എന്നുള്ളതാണ് കുറച്ചു പേര് പറയുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു എന്താ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് അങ്ങനെ കുനിഞ്ഞ് കണ്ടന്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടോ? പുള്ളിക്കാരുടെ ഇഷ്ടല്ലേ. പുള്ളിക്കാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പുള്ളിക്കാരിക്ക് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ പുള്ളിക്കാരുടെ രേണു ചേച്ചിയുടെ അക്കൗണ്ടിലേക്കാണ് വരിക. രേണു ചേച്ചിയുടെ ഇഷ്ടമല്ലേ രേണു ചേച്ചി അങ്ങനെ ചിന്തിച്ച് ചെയ്യണത്. ഞാൻ പറയുന്നത് രേണു ചേച്ചി ഒരു മാസം ഒരു 6 ലക്ഷം 7 ലക്ഷം ഒക്കെ കിട്ടുന്ന സബ്സ്ക്രിപ്ഷനിലേക്ക് എത്തി നിൽക്കണം. എന്നിട്ട് ഒരു വർഷം കൊണ്ട് പുള്ളിക്കാരി സ്വന്തമായിട്ടൊരു വീട് വെച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ആൾക്കാർ എന്ത് പറയുന്നു അറിയണം. അവരെ വീട്ടിൽ അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നു എന്നുള്ള ഒരു സാമ്പത്തിക സംഭവം വന്നു കഴിഞ്ഞാൽ പൈസ പുള്ളിക്കാരി വിചാരിച്ചതിലും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ എന്തെന്ത് പറയാനാണ്? ഞാൻ കൊടുത്തതിലല്ലേ നീ നിൽക്കുന്നത്, ഞാൻ ചെയ്തതിലല്ലേ നിൽക്കുന്നത്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതിലല്ലേ നിൽക്കുന്നത്. അപ്പോഴും പറയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൈസ തന്നതിലാണല്ലോ നീ വീട് വെച്ചത്, നീ കോടീശ്വരി ആയതെന്നൊക്കെ പറയുമെങ്കിലും ആര് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ? സബ്സ്ക്രൈബ് ചെയ്തത് ഇപ്പോൾ കടയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് ആ സാധനം ഞാൻ വാങ്ങിയത് കൊണ്ടാണല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ സബ്സ്ക്രിപ്ഷനും. അപ്പം ഈ ആൾക്കാർക്ക് ഒന്നാമത് മാങ്ങയുള്ള മാവിലെ കല്ലെറിയുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെ രേണു ചേച്ചി ഒരു നല്ല ഫലപുഷ്ടമായിട്ടുള്ള ഒരു മാവാണ്. ആ മാവിൽ ആൾക്കാർ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാർക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വീണിച്ചിട്ട് കണ്ണിമാങ്ങ കിട്ടും. ചിലവരത് കൊണ്ടുപോയി ഉപ്പിലിടും, ചിലരത് കൊണ്ടുപോയിട്ട് എന്താ പറയുക യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്നും അരി വാങ്ങി അവരെ കൊച്ചുങ്ങളെ നോക്കും. വയ്യാത്ത കാലുണ്ടെങ്കിൽ ആ കാല് നന്നാക്കാൻ നോക്കും. പറഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് മൂക്ക് ശരിയാക്കുകയാണെങ്കിൽ ആ മൂക്ക് ശരിയാക്കുന്നവർ ആ മൂക്ക് രേണു ചേച്ചിനെ അപരാധം പറഞ്ഞ് 2 വീഡിയോ ഇട്ടാൽ ആ മെഡിസിൻ വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണല്ലോ റിയാക്ട് ചെയ്യുന്നത്. ചെയ്യട്ടെ. ഓക്കെ, ഇപ്പം രേണു ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ രേണു ചേച്ചീനെ എനിക്കൊന്ന് പേഴ്സണലി നിങ്ങൾ കുറച്ച് കൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. രേണു ചേച്ചിയുടെ മകന്റെ ഒരു വിഷയം, കിച്ചുവിന്റെ ഒരു വിഷയം. ശരിക്കും പറഞ്ഞാൽ രേണു ചേച്ചി മകനെ നോക്കുന്നില്ല. നോക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? അല്ല, രേണു ചേച്ചി ബിസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ. രേണു ചേച്ചി വീട്ടിലിരുന്നുകൊണ്ട് 2 മക്കളെയും നോക്കുന്ന ഒരാളല്ലാന്ന് വിസിബിളാണ്. രേണു ചേച്ചിയുടെ മൂത്ത മോനാണെങ്കിലും 2ാമത്തെ മോനാണെങ്കിലും രേണു ചേച്ചി എല്ലാ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് എന്നും വീട്ടിൽ ജോലിക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു, കോളേജിലേക്ക് പറഞ്ഞു വിടുന്നു. രേണു ചേച്ചിയിലെ നിലവിൽ ചെയ്തിരുന്ന സമയം ഉണ്ടാവുമായിരിക്കും. നിലവിൽ ആളൊരു ബിസി ആർട്ടിസ്റ്റാണ്. അപ്പം രേണു ചേച്ചി ഫൈനാൻഷ്യലി കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതെനിക്ക് പേഴ്സണലി അറിയാം കേട്ടോ. അത് മൂത്ത മകനാണെങ്കിലും 2ാമത്തെ മകനാണെങ്കിലും ഫൈനാൻഷ്യലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന അത്രയും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഫെയിം ഉണ്ട്. രാജപദവി എന്താണ് പിച്ചക്കാശ് പട്ടിപ്പണി എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ ഭയങ്കരമായ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി റീച്ചിൽ നിൽക്കുന്ന ആളാണെന്ന് മാത്രമേ ഉള്ളൂ. ആ റീച്ചിനനുസരിച്ചിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പിലേക്ക് എത്തുന്നേ ഉള്ളൂ.
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര കോടീശ്വരി ഒന്നല്ല ചേച്ചിനെ കൊണ്ടാകുന്നത് ചേച്ചി കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നുമുണ്ട്, നല്ല രീതിക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പം അത് ആളുടെ ഒരു എഫേർട്ടിനെ ഇല്ലാതാക്കരുത്. ഒരു മനുഷ്യനല്ലേ, എന്തോരം ചീത്തവിളി കേൾക്കുന്നുണ്ട്, എന്തോരം പള്ളിവിളി കേൾക്കുന്നുണ്ട്, എന്തോരം പറയുന്നുണ്ട് ആൾക്കാർ, എന്തോരം ഒരു സ്ത്രീയെ പറയാവുന്നതിൻ്റെ അപ്പുറം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം അപമാനിച്ചുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവരുടെ എഫേർട്ടിനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് അവർ കഷ്ടപ്പെടുന്നുണ്ട്. അവർ ഇത്രയും ചീത്തവിളിയും തെറിവിളിയും കേൾക്കുന്നത് എന്തിനാണ്? അവർ മാളിക പണിതിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും അവർ കിടക്കുന്ന കിടപ്പാടത്തിന് വരെ ആൾക്കാർ കണക്ക് പറഞ്ഞ് അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോർ റീസൺ രേണു ചേച്ചി ഇത്രയും ചീത്തവിളി കേൾക്കുന്നതിൻ്റെയും ഇത്രയും പരിഹാസം ഏറ്റുവാങ്ങുന്നതിൻ്റെയും ഒക്കെ ഇത്രയും ഒരു ഗതികെട്ട അവസ്ഥയിലൂടെ ആൾക്കാരുടെ ഇത്രയും ബുള്ളിങ് നേരിടേണ്ടതിൻ്റെ ഒക്കെ ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോർ റീസൺ സാമ്പത്തികമായിട്ടുള്ള പ്രിവിലേജിൽ എക്കണോമിക്കൽ സ്റ്റേറ്റസ്, പണം ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു. കാരണം പണം അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, സുധിച്ചേട്ടൻ ഓൾറെഡി നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ആൾ സമ്പാദിച്ച പണം ഉണ്ടായിരുന്നു എങ്കിൽ, അതിലൊരു വീടുണ്ടായിരുന്നു എങ്കിൽ ഒരു വീട് സ്വീകരിക്കേണ്ട ആവശ്യം മക്കൾക്കില്ലല്ലോ. ആ വീട്ടിൽ പോയി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. വാടക വീട്ടിൽ നിന്നും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാറേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് മാൻ ആയിരുന്നു സുധിച്ചേട്ടൻ. പാരലലി ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ സമ്പാദിച്ചതിൽ നിന്നും ഒരു മിച്ചം വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ബിസിനസ്സിൽ നിന്നും വലിയൊരു ടേൺ ഓവർ ഉണ്ടായിരുന്നു, ഒരുപാട് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ രേണു ചേച്ചി ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ വരുമായിരുന്നോ? ആൽബങ്ങളിൽ അഭിനയിക്കാനും ചെറിയ ചെറിയ പൈസക്ക് ആൽബത്തിൽ അഭിനയിക്കാനും നാടകത്തിൽ അഭിനയിക്കാനും ഒക്കെ പോവായിരുന്നോ? ഇല്ലല്ലോ. ഈ കിച്ചു അങ്ങനെ പറയാനുണ്ടായിരുന്ന ഒരു കാരണം എന്താണ്? അതായത് ഇപ്പം ആ ഒരു സമയത്ത് മരണം ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരിക്കാം? കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചുവിൻ്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കിച്ചുവിന് ഉണ്ടാകാം. പക്ഷേ ബാക്കി ആ ടീമിലുള്ള, അതായത് ഒരു ഫ്ലവേഴ്സിൻ്റെ ടീമിലുള്ളവരും പിന്നെ ബന്ധുക്കളിൽ ആരൊക്കെയൊക്കെ ആണല്ലോ ഉള്ളത്, അവർക്ക് ഈ ഇമോഷൻ അത്ര തന്നെ ഉണ്ടാവണമെന്നില്ല. ഇത് കൊച്ചുകുട്ടിയായിരുന്നു, കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അവന് അത് ഭയങ്കര ട്രോമയായിരിക്കും. ആ സമയത്ത് അതിൽ നിന്ന് മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുന്നത് ഈ വ്യക്തിക്ക് മാത്രം. കാരണം ബ്ലഡ് റിലേഷന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അച്ഛനെയാണ്, മകന്. പക്ഷെ ആ വ്യക്തികൾക്കൊക്കെ അവർ മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവര് ഇതിനെ അങ്ങനെ കാണുന്നുണ്ടാവില്ല. അതിനെയും രേണുസുദിനെ അതാണ് മനസ്സിലായി. രേണു ചേച്ചി വീട്ടിൽ കരഞ്ഞോണ്ടിരിക്കുന്ന രേണു ചേച്ചി 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചെന്ന് എന്തെന്നാന്ന് ആൾക്കാർ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയെ, വളച്ചൊടിക്കുന്ന രീതിയെ. അപ്പം ഞാൻ ആലോചിക്കുന്നത് വേറെ ഒരുപാട് നടന്മാർ അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അകാലത്തിൽ പൊലിഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരുടെയൊക്കെ ഭാര്യമാർക്ക് ഫൈനാൻഷ്യൽ ബാക്കപ്പ് വളരെയധികം ഉള്ളതും നമ്മൾ പല ഇൻ്റർവ്യൂസിലും അവരുടെ ബ്രദേഴ്സും അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ അവർ ഈ നാടകത്തിൽ അഭിനയിക്കാനും ആൽബത്തിൽ അഭിനയിക്കാനൊന്നും പോവാഞ്ഞിരുന്നു, ഇത്രയും ലൈം ലൈറ്റിൽ വന്ന് ഇത്രയും ചീത്തവിളി കേൾക്കാഞ്ഞതും ഒക്കെ. പിന്നെ ബഹുജനം പലവിധം. നമുക്ക് ഒരുപാട് ആൾക്കാരുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല. 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ വാ മൂടാൻ പറ്റുമോ? ആസ് എ പേഴ്സൺ രേണുസുതി എന്ന് പറയുമ്പോൾ നല്ലൊരു അമ്മയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നല്ലൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള പാവമായിട്ടുള്ളൊരു സ്ത്രീയാണ്, വളരെ പാവമായിട്ടുള്ള സ്ത്രീയാണ്. അമ്മ ഓഫ് കോഴ്സ് നല്ലൊരു അമ്മ ആയിരിക്കുമല്ലോ, ആണല്ലോ. നല്ലൊരു അമ്മ ആയതുകൊണ്ട് തന്നെയാണല്ലോ സുധിച്ചേട്ടൻ മരിക്കുന്നത് വരെ 2 കുട്ടികളെയും നല്ലപോലെ ടേക്ക് കെയർ ചെയ്തിരുന്നത്. പിന്നെ ഋതപ്പനെ നല്ല സ്നേഹത്തിൽ തന്നെയാണ് നോക്കുന്നത്. ഇത്രയും കാലം ഈ കുട്ടീനെയും നന്നായി തന്നെയല്ലേ നോക്കിയിരുന്നത്. സുധിച്ചേട്ടൻ്റെ ജീവിതത്തിൽ 3ാമത് വന്നൊരു സ്ത്രീ ആയിരുന്നല്ലോ. അവർ മോനെ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. ഒരു അമ്മ എന്ന രീതിയിൽ അവർക്ക് പറ്റുന്നത് അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ ആയിരിക്കും, അങ്ങനെ നല്ലൊരു അമ്മ അല്ല, നമ്മളങ്ങനെ നല്ലൊരു അമ്മ ചീത്ത അമ്മ എന്നൊന്നും ജഡ്ജ് ചെയ്യാൻ പാടില്ല. പക്ഷെ സ്റ്റിൽ നല്ലൊരു അമ്മ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോഴും വേറൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തതും വേറൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്തതും കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി സമ്പാദിച്ചിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ അടുത്ത്, സമ്പാദിച്ച് ഋതപ്പൻ്റെ പേരിലൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഫിക്സഡ് ഇടണം. അവനിപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കോഴ്സൊക്കെ എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യലി
കൃതപ്പിന് വേണ്ടി ചെയ്യണം എന്നൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ആ കൊച്ചെ ചെയ്യണമെന്നുണ്ട്, പൈസ വരണം, കുറച്ച് പൈസ വന്നിട്ട് വേണം ചെയ്യാൻ, കൊച്ചിനെ സേഫ് ആക്കണം, കൊച്ചിനെ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരു സ്ത്രീ ഒരു ആൾ തന്നെയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടേ അല്ല, സ്വന്തം ആഗ്രഹത്തിന് അടിച്ചു പൊളിക്കാനേ അല്ല രേണു ചേച്ചി, കുടുംബത്തെയും മക്കളെയും നോക്കാൻ വേണ്ടി തന്നെയാണ് രേണു ചേച്ചി ഇപ്പം കഷ്ടപ്പെടുന്നത്. വേറെ ഒരു കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ? ആ, കഷ്ടപ്പെടുന്ന കുടുംബത്തിന് വേണ്ടി തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കല്യാണം ഒന്നും ഇപ്പോഴേ കഴിക്കരുത്. ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പോഴൊന്നും കഴിക്കരുത്. സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു വീട് വെച്ച് കാണിച്ചു കൊടുക്കണം. ഈ പറഞ്ഞവരുടെ ഒക്കെ പറഞ്ഞ കുറച്ച് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവും, എന്നാലും കിട്ടുന്ന രീതിയിലായിരിക്കും. നല്ല രീതിയിൽ പറഞ്ഞവരൊക്കെ ഇങ്ങനെ വായിൽ വരലിച്ച് ഇങ്ങനെ അലന്ത വിട്ടിരിക്കേണ്ടി വരും. കഷ്ടപ്പെട്ട് പൈസ അധ്വാനിച്ച് കയറി കിടക്കാൻ വേണ്ടി ഒരു ഇടം. ഇനി പറയുമോ നിങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച വീടാണ്? അത് ഇല്ലാത്തത് കൊണ്ടല്ലേ, ആ ഒരു എക്കണോമിക് സ്റ്റേറ്റസ്, ആ ഒരു പ്രിവിലേജ്, ആ ഒരു ഗതികെട്ടൊരവസ്ഥ ഉണ്ടായതുകൊണ്ടല്ലേ അവർ ആ ഒരു കുട്ടികൾക്ക് നൽകിയ വീട്ടിൽ താമസിക്കേണ്ടി വന്നത്. അത് ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. അതിനെ കളിയാക്കുന്ന ചോദ്യം ചെയ്യുന്നതൊക്കെ ഭയങ്കര മോശമാണ്. ഞാൻ പറയുന്നത് കല്യാണം കഴിക്കുന്നതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം, പക്ഷെ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു കൂട്ട് വേണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം. കഴിക്കുന്ന സമയത്തിന് മുന്നേ ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആയിരിക്കണം. കുറച്ച് ഫിക്സഡ്, കുറച്ച് ഗോൾഡ്, ഒരു വീടൊക്കെ വെച്ച്, സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച്. പുള്ളിക്കാരി ഇപ്പൊ പോയി സമ്പാദിക്കുന്നത് എങ്ങനെയാണ്, സമ്പാദിച്ചുകൊണ്ട് സെറ്റായിരിക്കണം. പ്ലാൻസ് എന്തൊക്കെയാ? പ്ലാൻ ഞാൻ ബാക്കിയുള്ളവരുടെ പ്ലാൻ ചേച്ചി ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചെയ്യണം. ചേച്ചി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അപ്പൊ ഞാൻ പറയണം ചേച്ചി ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യണം. എന്റെ പ്ലാൻ എന്താ, കല്യാണം ഒന്നും എന്റെ നോട്ട് ഇൻ മൈ ലിസ്റ്റ്. എന്താ, ഒരു സെറ്റിൽഡ് ആവണം, PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം, നല്ലോണം വ്ലോഗ് കണ്ടിന്യൂ ചെയ്യണം. അതെനിക്കറിയില്ല. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ തോന്നും, വേണ്ട, ഈ ഒരു 5 കൊളാബറേഷൻ്റെ ഷൂട്ടും കൂടെ ബാക്കിയുണ്ട്. ഈ പ്രൊഡക്ഷൻ്റെ ഷൂട്ടും കൂടെ കഴിഞ്ഞിട്ട് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം നമുക്ക് നിർത്താം, കളയാം എന്നൊക്കെ ഞാൻ ചിന്തിക്കിടക്കുക. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കും. പിന്നെ വിചാരിക്കും ചില വീഡിയോ റീച്ച് കയറുമ്പോൾ അയ്യോ മൂഡ് സിങ്സ് പറയാ വേണ്ട. പിന്നെ വ്ളോഗ് ഉണ്ടാവും, വ്ളോഗില്ലാണ്ടിരിക്കൊന്നുമില്ല, വ്ളോഗൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഫൈനാൻഷ്യലി ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സെറ്റിൽഡ് ആവണമെന്നുണ്ട്. PhD കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ വീട്ടുകാരെ നന്നായി നോക്കണം, ഉമ്മാനെയും ബ്രദറിനെയൊക്കെ ആ ഒരു നല്ല രീതിയിൽ നോക്കണം. എന്നെ തന്നെ നന്നായിട്ട് നോക്കണം. എൻ്റെ ബെറ്റർ വെർഷൻ ഓരോ ദിവസവും ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പീസ്ഫുള്ളി ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് എനിക്ക്. കുറേ രാജ്യങ്ങളൊക്കെ പോയി പീസ്ഫുള്ളി ഹാപ്പി ആയിട്ട് എല്ലാവരുടെ അടുത്തും സമാധാനത്തിൽ സന്തോഷത്തിൽ ഒക്കെ നിൽക്കണം. നടക്കട്ടെ, നടക്കും. വള്ളികളൊന്നും പിടിക്കാൻ വയ്യ. അതൊന്നും പറയാൻ പറ്റത്തില്ല. വള്ളികൾ വരുമല്ലേ? വള്ളികൾ വന്നാലാണ് നമ്മുടെ ലൈഫിന് കുറച്ചുകൂടി ഒരു കളർ ഉണ്ടാവുള്ളൂ. പക്ഷെ ഏറി കയറുന്ന വള്ളിയൊന്നും എനിക്കിനി വേണ്ട. മടുത്ത് കയ്യിൽ നിന്ന് പോയി എന്തോരേറിലും കയറി. ഇങ്ങനില്ല, കുറച്ച് എന്ത് കാര്യം ചെയ്യുമ്പോൾ 2 തവണ ചിന്തിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മളല്ലേ ചെയ്യുന്നത്, എന്തായാലും 2 തവണ ചിന്തിച്ചാലും 3 തവണ ചിന്തിച്ചാലും ഏറിലായിരിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സംസാരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. കുറച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റിയ ആളുകളിലേക്ക് കുറച്ച് ക്ലാരിറ്റി കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ പറ്റി. ഒരുപാട് നന്ദി. നമസ്കാരം. ഇനി വീണ്ടും വരണം. ഇനി എന്നാ അടുത്തത്? അല്ല, ഞാൻ കുറച്ചുപേരെ ഇരുത്തിയിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് അതിനകത്ത് കുറച്ചുപേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെ ഒന്ന് ഇരുത്തി സംസാരിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹത്തിലുണ്ട്. അപ്പൊ അത് നടത്തണം, അതിന് ഹെൽപ്പ് ചെയ്യണം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് കാണാം ഒന്നും കൂടെ. ശരി, ബൈ. ശരി.